മുൻ സർക്കാരിന്റെ കാലത്തെ വഖഫ് ബോർഡ് ഭരണമൊഴിയും മുൻപ് എറണാകുളം മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ പുതിയ സർക്കാരിന് പണി തന്നു എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്ഥാപിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം അക്കാര്യം അസാധ്യമാക്കുന്ന തരത്തിൽ അവർ വഖഫിന്റെ ഉമീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഈ നടപടി കാരണം കാലതാമസം നേരിടുമെന്ന് പറഞ്ഞ് തൽക്കാലം തലയൂരുകയായിരുന്നു മുഖ്യമന്ത്രി. മുനമ്പത്തെ 404 ഏക്കർ തർക്കഭൂമി വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയായി മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചത് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിരുന്ന വഖഫ് ബോർഡ് ആണെന്ന വെളിപ്പെടുത്തലും വരുന്നുണ്ട്. 2019 മെയ് മാസം 20 ചേർന്ന ബോർഡ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് മുൻ ചെയർമാൻ MK സക്കീർ രേഖകൾ സഹിതം പുറത്തുവിടുകയും ചെയ്തു. ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. മുനമ്പത്തിൽ പാരവച്ചതാര്? എറണാകുളം ജില്ലയിലെ വൈപ്പൻകരയുടെ വടക്കേറ്റത്തുള്ള തീരദേശ പ്രദേശമാണ് മുനമ്പം. 1341 പെരിയാറിലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ് മുനമ്പം അടങ്ങുന്ന വൈപ്പിൻകര. 1865 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ടം വിളംബരം അനുസരിച്ച് കൃഷിക്കും താമസത്തിനുമായി ജനങ്ങൾക്ക് ഈ ഭൂമി കൈമാറിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഗുജറാത്തി വ്യാപാരിയായ അബ്ദുൽ സത്താർ മൂസ സേട്ടന് തിരുവിതാംകൂർ രാജാവ് മുനമ്പത്ത് 404 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകി. 1948 ഈ ഭൂമി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1902 കൊച്ചിയിലെത്തിയ സിദ്ദിഖ് സേട്ട് എന്ന ഗുജറാത്തി വ്യാപാരി ഈ ഭൂമി വാങ്ങിയത്. പിന്നീട് അദ്ദേഹം ഈ ഭൂമി വഖഫ് ചെയ്യുകയായിരുന്നു. 1950 സിദ്ദിഖ് സേട്ട് ഈ ഭൂമി കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്തുകൊണ്ട് ആധാരം എഴുതി നൽകി. എന്നാൽ കോളേജ് പ്രവർത്തനം നിർത്തിയാൽ ഭൂമി തന്റെ അനന്തരാവകാശികൾക്ക് തിരികെ ലഭിക്കണം എന്നൊരു നിബന്ധനയും ഇതിലുണ്ടായിരുന്നത്രേ. ഇതിനിടെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമായ നൂറുകണക്കിന് കുടുംബങ്ങൾ, പ്രധാനമായും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ഈ ഭൂമിയിൽ താമസിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു. പിന്നീട് തർക്കങ്ങൾ ഉയർന്നപ്പോൾ താമസക്കാർ ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നും വില കൊടുത്ത് തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ ആധാരങ്ങൾ സ്വന്തമാക്കി. തലമുറകളായി അവർ അവിടെ വീട് വെച്ച് താമസിക്കുകയും ഭൂനികുതി അടയ്ക്കുകയും ചെയ്തു വരികയാണ്. നിലവിൽ ഇവിടെയുള്ള 600-ലധികം കുടുംബങ്ങളുടെ ഭൂമി വഖഫ് സ്വത്താണെന്ന് കാണിച്ച് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഈ പ്രദേശം വാർത്തകളിൽ ഇടം നേടിയത്. വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു എന്ന പരാതിയെ തുടർന്ന് സർക്കാർ ജസ്റ്റിസ് നിസാർ കമ്മീഷനെ നിയമിച്ചു. ഈ ഭൂമി വഖഫ് നിയമപ്രകാരം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. 2019 കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന വഖഫ് ബോർഡ് ഈ 404 ഏക്കർ ഭൂമി തങ്ങളുടെ സ്വത്തായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. വഖഫ് ബോർഡിന്റെ അവകാശവാദം വന്നതോടെ മുനമ്പത്തെ 600-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഭൂമിക്ക് മേലുള്ള നികുതി അടയ്ക്കാനോ വീട് പുതുക്കാനോ ലോൺ എടുക്കാനോ സാധിക്കാത്ത അവസ്ഥയായി. ഇതിനെതിരെ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള ജനകീയ സമരങ്ങൾ ആരംഭിച്ചു. വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഈ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതിനെ വിമർശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ ഈ നടപടി റദ്ദാക്കിയിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. തന്റെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് ദൈവനാമത്തിൽ ശാശ്വതമായി സമർപ്പിക്കുന്നതിനെയാണ് ഇസ്ലാമിക നിയമപ്രകാരം വഖഫ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിലും പലകുറി വഖഫ് നിയമങ്ങൾ മാറ്റിയെഴുതപ്പെട്ടു. 1954 നിർവചനത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. മുനമ്പത്തെ വഖഫ് വിവാദത്തിൽ എപ്പോഴും പരാമർശിക്കപ്പെടുന്ന പ്രധാന 2 ഭേദഗതികൾ ഉണ്ടായത് 1975 പിന്നെ 2013 ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പും മേൽനോട്ടവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി 1954 വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര ഭേദഗതിയാണ് 1975 വഖഫ് ഭേദഗതി നിയമം. ഇത് പ്രകാരം വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം, നിയന്ത്രണം, ഭരണ നിർവഹണം എന്നിവ പൂർണ്ണമായും സംസ്ഥാന വഖഫ് ബോർഡുകളിൽ നിക്ഷിപ്തമാക്കി. വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ വഖഫ് സ്വത്തുക്കൾ വിൽക്കുന്നതിനോ പണയപ്പെടുത്തുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ കർശന വിലക്കും ഏർപ്പെടുത്തി. പിന്നീട് 1984 ഭേദഗതികൾ വരികയും ഒടുവിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള
1995 UPA സർക്കാരിന്റെ കാലത്ത് ഇവയെല്ലാം റദ്ദാക്കി കൂടുതൽ വിപുലമായ അധികാരങ്ങൾ വഖഫ് ബോർഡുകൾക്ക് നൽകുകയും ചെയ്തു. ഭേദഗതി പ്രകാരം ഒരു സ്വത്ത് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം വഖഫ് ട്രിബ്യൂണലിന് നൽകി. ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ സാധാരണ സിവിൽ കോടതികളെ സമീപിക്കുന്നത് തടയുകയും ചെയ്തു. മുൻപ് മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രമായിരുന്നു വഖഫ് സമർപ്പണം. 2013 ഭേദഗതിയിലൂടെ ഏതു മതത്തിൽപ്പെട്ട വ്യക്തിക്കും വഖഫ് സ്വത്ത് നൽകാം എന്ന രീതിയിലേക്ക് അത് മാറ്റി. രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഔദ്യോഗിക പോർട്ടലാണ് ഉമീൻ. മുനമ്പം ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതിയിൽ നിയമ നടപടികൾ നിലനിൽക്കെയാണ് വഖഫ് ബോർഡ് ഈ 404 ഏക്കർ ഭൂമി തങ്ങളുടെ സ്വത്തായി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. സാധാരണയായി വഖഫ് സ്വത്തുക്കളുടെ സൂക്ഷിപ്പുകാരായ മുതവല്ലിമാരാണ് പോർട്ടലിൽ വിവരങ്ങൾ നൽകേണ്ടത്. എന്നാൽ ഈ ഭൂമി വഖഫ് അല്ല, ദാനാധാരമാണ് എന്ന നിലപാടിലാണ് ഫറൂഖ് കോളേജ് അധികൃതർ. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ കോളേജിന് പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ ഉണ്ടെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. ഇതേ തുടർന്ന് വഖഫ് ബോർഡ് സ്വയം മുതവല്ലി സ്ഥാനം ഏറ്റെടുത്താണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഭൂമി വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ അവിടെ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന 600-ലധികം വരുന്ന സാധാരണ കുടുംബങ്ങൾ നിയമപരമായി കയ്യേറ്റക്കാരായി മാറുമോ എന്ന വലിയ ആശങ്കയിലാണ്. ഇതിനിടയിലാണ് ആശ്വാസമായി മുനമ്പൻ നിവാസികളെ ഒഴിപ്പിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൂടി എത്തിയത്. 2025-26 വർഷങ്ങളിലുണ്ടായ ചില നിയമ പോരാട്ടങ്ങളെ കുറിച്ചുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മുനമ്പം ഭൂമി വഖഫ് സ്വത്ത് അല്ലെന്ന് പ്രഖ്യാപിച്ച കേരള ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ മുൻ നടപടികൾ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. കൂടാതെ പ്രശ്നം പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി അംഗീകാരം നൽകുകയും ചെയ്തു. കേസ് തീർപ്പാക്കുന്നതുവരെ പ്രദേശവാസികളിൽ നിന്നും ഭൂനികുതി സ്വീകരിക്കാനും പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. 2025 ഡിസംബറിലാണ് ഹൈക്കോടതിയുടെ വഖഫ് അല്ല എന്ന വിധിക്കെതിരെ വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചത്. ഈ അവസ്ഥ തുടരാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം സുപ്രീം കോടതി തടഞ്ഞിട്ടില്ല. മുനമ്പം നിവാസികൾ തങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി 414 ദിവസം നീണ്ട റിലേ നിരാഹാര സമരം നടത്തിയിരുന്നു. പ്രദേശവാസികളിൽ നിന്നും നികുതി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് 2025 നവംബറിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. വഖഫ് ബോർഡ് ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ സമരസമിതി വീണ്ടും പ്രതിഷേധിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. മുനമ്പം ഭൂമി തർക്കം വലിയൊരു നിയമ പോരാട്ടമായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഒരു വശത്ത് വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങളും മറുവശത്ത് പ്രദേശവാസികളുടെ അപ്പീലുകളും കോടതിയുടെ പരിഗണനയിലാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളും സഭാ നേതാക്കളുമായി സർക്കാർ നടത്തുന്ന ചർച്ചകളും തുടരുമ്പോഴും സുപ്രീം കോടതിയുടെ അന്തിമ വിധിയോ അതല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനമോ ആയിരിക്കും ഈ വിവാദത്തിന് ശാശ്വതമായ പരിഹാരം നൽകുക. മതങ്ങൾക്കുള്ള ഭരണഘടനാനുസൃത അവകാശങ്ങളുടെ നിഷേധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നാളിതുവരെയായി ഇടതു വലതു മുന്നണികളുടെ ഒരുപാട് വാഗ്ദാനങ്ങൾ കണ്ടിട്ടുള്ളവരാണ് മുനമ്പം ജനത. അവരുടെ കണ്ണീരൊപ്പുന്ന സമീപനമാണ് ഭരണകൂടത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം സ്പോട്ട്ലൈറ്റ്. നമസ്കാരം.